ഇന്ന് ദിവസം 198 എന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ യെശയ്യാ അധ്യായം 14-15, ജോയേൽ അധ്യായം 1-2, സുഭാഷിതങ്ങൾ അധ്യായം 10, 17 മുതൽ 20 വരെ വാക്യങ്ങൾ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 14. ബാബിലോൺ രാജാവ്. കർത്താവിന് യാക്കോബിന്റെ മേൽ കാരുണ്യമുണ്ടാവുകയും ഇസ്രായേലിനെ വീണ്ടും തിരഞ്ഞെടുത്ത് അവരെ സ്വന്തം ദേശത്ത് സ്ഥാപിക്കുകയും ചെയ്യും. വിദേശീയർ അവരോട് ചേർന്ന് യാക്കോബിന്റെ ഭവനത്തിൽ ലയിച്ചു ചേരും. ജനതകൾ അവരെ സ്വീകരിച്ച് അവരുടെ ദേശത്തേക്ക് നയിക്കും. ഇസ്രായേൽ കർത്താവിന്റെ ദേശത്ത് അവരെ ദാസീദാസന്മാരാക്കും. തങ്ങളെ അടിമപ്പെടുത്തിയവരെ അവർ അടിമകളാക്കും. തങ്ങളെ മർദ്ദിച്ചവരുടെ മേൽ അവർ ഭരണം നടത്തും. കർത്താവ് നിന്റെ വേദനയും കഷ്ടതയും നീ ചെയ്യേണ്ടി വന്ന കഠിനദാസ്യവും നീക്കി നിനക്ക് വിശ്രമം നൽകുമ്പോൾ ബാബിലോൺ രാജാവിനെ നീ ഇങ്ങനെ പരിഹസിക്കും: മർദ്ദകൻ എങ്ങനെ നശിച്ചുപോയി, അവൻ്റെ ഔദ്യത്യം എങ്ങനെ നിലച്ചു. കർത്താവ് ദുഷ്ടന്റെ ദണ്ഡ് തകർത്തിരിക്കുന്നു. കോപാവേശത്താൽ ജനതകളെ നിരന്തരം പ്രഹരിക്കുകയും മർദ്ദന ഭരണം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അധികാരികളുടെ ചെങ്കോൽ അവിടുന്ന് തകർത്തിരിക്കുന്നു. ഭൂമി മുഴുവൻ ശാന്തമായി വിശ്രമിക്കുന്നു. അവർ ഗാനമാലപിച്ച് ഉല്ലസിക്കുന്നു. സരളമരങ്ങളും ലെബനോനിലെ ദേവദാരുക്കളും നിന്നെക്കുറിച്ച് സന്തോഷിച്ചു പറയുന്നു: നീ വീണുപോയതുകൊണ്ട് ആരും ഞങ്ങളെ വെട്ടിവീഴ്ത്താൻ വരുന്നില്ല. നീ ചെല്ലുമ്പോൾ സ്വീകരിക്കാൻ താഴെ പാതാളം ഇളകിമറിയുന്നു. നിന്നെ സ്വാഗതം ചെയ്യാൻ അത് ഭൂമിയിൽ അധിപന്മാരുടെ പ്രേതങ്ങളെ ഉണർത്തുന്നു. ജനതകളുടെ രാജാക്കന്മാരായിരുന്നവരെ അത് സിംഹാസനങ്ങളിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്നു. അവർ നിന്നോട് നീയും ഞങ്ങളെപ്പോലെ ബലഹീനനായി, നീയും ഞങ്ങൾക്ക് തുല്യനായിരിക്കുന്നു എന്ന് പറയും. നിന്റെ പ്രതാപവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് താഴ്ത്തപ്പെട്ടിരിക്കുന്നു. കീടങ്ങളാണ് നിന്റെ കിടക്ക, പുഴുക്കളാണ് നിന്റെ പുതപ്പ്. ഉഷസ്സിന്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജനതകളെ കീഴടക്കിയിരുന്ന നിന്നെ എങ്ങനെ തറയിൽ വെട്ടിവീഴ്ത്തി? നീ തന്നെത്താൻ പറഞ്ഞു: ഞാൻ സ്വർഗത്തിലേക്ക് കയറും. ഉന്നതത്തിൽ ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്കുപരി എൻ്റെ സിംഹാസനം ഞാൻ സ്ഥാപിക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിലെ സമാഗമ പർവ്വതത്തിന്റെ മുകളിൽ ഞാൻ ഇരിക്കും. ഉന്നതമായ മേഘങ്ങൾക്ക് മീതെ ഞാൻ കയറും. ഞാൻ അത്യുന്നതനെ പോലെ ആകും. എന്നാൽ നീ പാതാളത്തിന്റെ അഗാധഗർത്തത്തിലേക്ക് തള്ളിയിടപ്പെട്ടിരിക്കുന്നു. നിന്നെ കാണുന്നവർ തുറച്ചു നോക്കി ചിന്തിക്കും: ഭൂമിയെ വിറപ്പിക്കുകയും രാജ്യങ്ങളെ ഇളക്കുകയും ലോകത്തെ മരുഭൂമിയാക്കുകയും അതിൻ്റെ നഗരങ്ങളെ കീഴടക്കുകയും തടവുകാരെ വീട്ടിലേക്ക് വിടാതിരിക്കുകയും ചെയ്തത് ഇവൻ തന്നെയല്ലേ? ജനതകളുടെ രാജാക്കന്മാർ താങ്കളുടെ ശവകുടീരങ്ങളിൽ മഹത്വത്തോടെ നിദ്രകൊള്ളുന്നു. നീയാകട്ടെ ശവകുടീരത്തിൽ നിന്ന് പുറത്തെറിയപ്പെട്ടിരിക്കുന്നു. വാളിനിരയായി പാതാളഗർത്തത്തിലെ കല്ലുകൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നവരാൽ ചുറ്റപ്പെട്ട് നിന്ദ്യമായ അകാലമുളയെന്ന പോലെ, ചവിട്ടിയരക്കപ്പെട്ട മൃതശരീരമെന്ന പോലെ നീ കിടക്കുന്നു. സ്വന്തം ദേശം നശിപ്പിക്കുകയും സ്വന്തം ജനതകളെ കൊന്നൊടുക്കുകയും ചെയ്ത നീ അവരോടുകൂടെ സംസ്കരിക്കപ്പെടുകയില്ല. തിന്മ പ്രവർത്തിക്കുന്നവരുടെ പിൻഗാമികളുടെ പേര് നിലനിൽക്കാതിരിക്കട്ടെ. പിതാക്കന്മാരുടെ അകൃത്യ നിമിത്തം മക്കളും വധിക്കപ്പെടട്ടെ. അവർ എഴുന്നേറ്റ് ഭൂമി കൈവശമാക്കുകയും ഭൂമുഖം നഗരങ്ങൾ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് തന്നെ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു: ഞാൻ അവർക്കെതിരായി എഴുന്നേറ്റ് ബാബിലോണിൽ നിന്ന് അവിടെ അവശേഷിക്കുന്നവരെയും അവരുടെ നാമത്തെയും അവരുടെ സന്താനങ്ങളെയും പിൻതലമുറകളെയും വിച്ഛേദിക്കും. ഞാൻ അതിനെ മുള്ളൻ പന്നിയുടെ ആസ്ഥാനവും നീർപ്പൊയ്കകളുമാക്കും. നാശത്തിന്റെ ചൂലുകൊണ്ട് ഞാൻ അതിനെ തൂത്തുകളയും. സൈന്യങ്ങളുടെ കർത്താവാണ് അരുളി ചെയ്തിരിക്കുന്നത്. അസീറിയയ്ക്കെതിരെ സൈന്യങ്ങളുടെ കർത്താവ് ശപഥം ചെയ്തിരിക്കുന്നു: ഞാൻ തീരുമാനിച്ചതുപോലെ സംഭവിക്കും. ഞാൻ നിശ്ചയിച്ചത് നിറവേറും. എൻ്റെ ദേശത്തുള്ള അസീറിയക്കാരനെ ഞാൻ തകർക്കും. എൻ്റെ പർവ്വതത്തിൽ ഞാൻ അവനെ ചവിട്ടിമെതിക്കും. അവൻ്റെ നുകം അവരിൽ നിന്ന് നീങ്ങിപ്പോകും, അവരുടെ തോളിൽ നിന്ന് അവൻ്റെ ഭാരവും. ഭൂമി മുഴുവനെയും സംബന്ധിക്കുന്ന നിശ്ചയമാണിത്. എല്ലാ ജനതകളുടെയും മേൽ നീട്ടപ്പെട്ടിരിക്കുന്ന കരം ഇതാണ്. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവാണ് ഇത് നിശ്ചയിച്ചത്. ആർക്ക് അതിനെ ദുർബലമാക്കാൻ കഴിയും? അവിടുന്ന് കരം നീട്ടിയിരിക്കുന്നു. ആർക്കതിനെ പിന്തിരിപ്പിക്കാൻ കഴിയും? ഫിലിസ്ത്യർക്കെതിരെ ആഹാസ് രാജാവ് മരിച്ച വർഷം ഉണ്ടായ അരുളപ്പാട്: ഫിലിസ്ത്യരെ, നിങ്ങളെ പ്രഹരിച്ച വടി തകർക്കപ്പെട്ടതുകൊണ്ട് സന്തോഷിക്കേണ്ട. സർപ്പത്തിന്റെ വേരിൽ നിന്ന് ഒരണലി പുറത്തു വരും. അതിൻ്റെ ഫലമാകട്ടെ പറക്കുന്ന സർപ്പമായിരിക്കും. ദരിദ്രരുടെ ആദിജാതർക്ക് ഭക്ഷണം ലഭിക്കും. പാവപ്പെട്ടവൻ സുരക്ഷിതനായി ഉറങ്ങും. എന്നാൽ നിന്റെ വേരിനെ ഞാൻ ക്ഷാമം കൊണ്ട് വധിക്കും.
നിന്നിൽ അവശേഷിക്കുന്നവനെ ഞാൻ കൊല്ലും. കവാടമേ വിലപിക്കുക, നഗരമേ കരയുക. ഫിലിസ്ത്യരെ, നിങ്ങൾ എല്ലാവരും ഭയം കൊണ്ട് ഉരുകുവിൻ. വടക്കുനിന്ന് ഒരു ധൂമപടലമുയരുന്നു. സൈന്യത്തിൽ നിന്ന് ആരും ഒഴിഞ്ഞു മാറുന്നില്ല. ജനതകളുടെ ദൂതന്മാർക്ക് കിട്ടുന്ന മറുപടി എന്തായിരിക്കും? കർത്താവ് സിയോനെ സ്ഥാപിച്ചിരിക്കുന്നു. അവിടുത്തെ ജനത്തിലെ പീഡിതർ അവളിൽ അഭയം കണ്ടെത്തും. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 15. മൊവാബിനെതിരെ. മൊവാബിനെ സംബന്ധിച്ചുണ്ടായ അരുളപ്പാട്. ഒറ്റ രാത്രി കൊണ്ട് പട്ടണം നിർജ്ജനമായി, മൊവാബ് നശിപ്പിക്കപ്പെട്ടു. ഒറ്റ രാത്രി കൊണ്ട് കീർ നിർജ്ജനമായി, മൊവാബ് നശിപ്പിക്കപ്പെട്ടു. അതിനാൽ ദീബോന്റെ പുത്രി വിലപിക്കാൻ വേണ്ടി പൂജാഗിരിയിലേക്ക് പോയിരിക്കുന്നു. നെബോയെയും മെദേബായെയും കുറിച്ച് മൊവാബ് വിലപിക്കുന്നു. എല്ലാ ശിരസ്സും മുണ്ടനം ചെയ്തിരിക്കുന്നു, എല്ലാവരുടെയും താടി ക്ഷൗരം ചെയ്തിരിക്കുന്നു. തെരുവീതികളിലൂടെ അവർ ചാക്കൊടുത്തു നടക്കുന്നു. പുരമുകളിലും പൊതുസ്ഥലങ്ങളിലും എല്ലാവരും കരയുകയും കണ്ണീരൊഴുക്കുകയും ചെയ്യുന്നു. ഹെഷ്ബോണും എലെയാലും ഉറക്കെ കരയുന്നു. അവരുടെ സ്വരം യഹസ് വരെ കേൾക്കാം. മൊവാബിലെ ആയുധധാരികളും ഉച്ചത്തിൽ നിലവിളിക്കുന്നു. അവൻ്റെ ഹൃദയം വിറകൊള്ളുന്നു. എൻ്റെ ഹൃദയം മൊവാബിന് വേണ്ടി നിലവിളിക്കുന്നു. അവിടുത്തെ ജനം സോവാറിലേക്കും എഗ്ലാത്ത് ഷെലീഷായിലേക്കും പലായനം ചെയ്യുന്നു. ലുഹീത്ത് കയറ്റം അവർ കരഞ്ഞുകൊണ്ട് കയറുന്നു. ഹൊറേനേമിലേക്കുള്ള വഴിയിലും അവർ നാശത്തിൻ്റെ നിലവിളി ഉയർത്തുന്നു. നിമ്രീമിലെ ജലാശയങ്ങൾ വറ്റിവരണ്ടു, പുല്ലുകൾ ഉണങ്ങി, ഇളം നാമ്പുകൾ വാടിപ്പോയി. പച്ചയായതൊന്നും അവിടെ കാണാനില്ല. അതിനാൽ അവർ സമ്പാദിച്ച ധനവും നേടിയതൊക്കെയും അരളിച്ചെടികൾ തിങ്ങി നിൽക്കുന്ന അരുവിക്കരയിലേക്ക് കൊണ്ടുപോകുന്നു. ഒരു നിലവിളി മൊവാബിലാകെ മുഴങ്ങുന്നു. അത് എഗ്ലായമിലും ബെറോമിലും വരെ എത്തുന്നു. ദീബോനിലെ ജലാശയങ്ങൾ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ദീബോന്റെ മേൽ ഇതിലധികം ഞാൻ വരുത്തും. ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നവരെയും ദേശത്ത് അവശേഷിക്കുന്നവരുടെയും മേൽ ഞാൻ സിംഹത്തെ അയക്കും. ജോയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 1. കൃഷിനാശം. പെതുവേലിന്റെ മകൻ ജോയേലിന് കർത്താവിൽ നിന്ന് ലഭിച്ച അരുളപ്പാട്. വൃദ്ധരെ ശ്രവിക്കുവിൻ, ദേശവാസികളെ ചെവിക്കൊള്ളുവിൻ. നിങ്ങളുടെയോ നിങ്ങളുടെ പിതാക്കന്മാരുടെയോ കാലത്ത് ഇങ്ങനെയൊന്ന് സംഭവിച്ചിട്ടുണ്ടോ? ഇതേപ്പറ്റി നിങ്ങളുടെ മക്കളോട് പറയുവിൻ. അവർ തങ്ങളുടെ മക്കളോടും അവരുടെ മക്കൾ അടുത്ത തലമുറയോടും പറയട്ടെ. വീട്ടിൽ ശേഷിപ്പിച്ചത് വെട്ടുകിളി തിന്നു, വെട്ടുകിളി ശേഷിപ്പിച്ചത് പച്ചക്കുതിര തിന്നു, പച്ചക്കുതിര ശേഷിപ്പിച്ചത് കമ്പിളിപ്പുഴു തിന്നു. മദ്യപന്മാരെ, ഉണർന്നു വിലപിക്കുവിൻ. വീഞ്ഞു കുടിക്കുന്നവരെ, നെടുവീർപ്പിടുവിൻ. മധുരിക്കുന്ന വീഞ്ഞ് നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തട്ടിമാറ്റിയിരിക്കുന്നു. അതിശക്തവും സംഖ്യാതീതവുമായ ഒരു ജനത എൻ്റെ ദേശത്തിനെതിരെ വന്നിരിക്കുന്നു. അതിൻ്റെ പല്ല് സിംഹത്തിൻ്റേതുപോലെയും ദംഷ്ട്രങ്ങൾ സിംഹിയുടേതുപോലെയുമാണ്. അത് എൻ്റെ മുന്തിരിച്ചെടികളെ നശിപ്പിച്ചു, അത്തിവൃക്ഷങ്ങളെ ഒടിച്ചു തകർത്തു. അതിൻ്റെ തൊലി ഉരഞ്ഞ് ശാഖകൾ വെളുപ്പിച്ചു. തൻ്റെ യൗവനത്തിലെ ഭർത്താവിനെ ചൊല്ലി ചാക്കുടുത്ത് വിലപിക്കുന്ന കന്യകയെപ്പോലെ പ്രലപിക്കുവിൻ. ധാന്യബലിയും പാനീയബലിയും കർത്താവിൻ്റെ ഭവനത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ ശുശ്രൂഷകരായ പുരോഹിതന്മാർ വിലപിക്കുന്നു. വയലുകൾ ശൂന്യമാക്കപ്പെട്ടിരിക്കുന്നു. ഭൂമി വിലപിക്കുന്നു. ധാന്യം നശിച്ചു, വീഞ്ഞ് ഇല്ലാതായി, എണ്ണ വറ്റിപ്പോയി. നിലം ഉഴുകുന്നവരെ പരിഭ്രമിക്കുവിൻ. മുന്തിരിത്തോട്ടക്കാരെ പ്രലപിക്കുവിൻ. ഗോതമ്പിനെയും ബാർലിയെയും ചൊല്ലിത്തന്നെ. കാരണം വയലിലെ വിളവുകൾ നശിച്ചിരിക്കുന്നു. മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും വാടിപ്പോകുന്നു. മാതളവും ഈന്തപ്പനയും ആപ്പിളും ഉൾപ്പെടെ വയലിലെ എല്ലാ വൃക്ഷങ്ങളും ഉണങ്ങിപ്പോയിരിക്കുന്നു. മനുഷ്യ മക്കളിൽ നിന്ന് ആനന്ദം പോയി മറിഞ്ഞു. അനുതപിക്കുവിൻ. പുരോഹിതന്മാരെ, ചാക്കുടുത്ത് വിലപിക്കുവിൻ. ബലിപീഠ ശുശ്രൂഷകരെ വിലപിക്കുവിൻ. എൻ്റെ ദൈവത്തിൻ്റെ സേവകരെ, അകത്ത് ചെന്ന് ചാക്കുടുത്ത് രാത്രി കഴിക്കുവിൻ. ധാന്യബലിയും പാനീയബലിയും നിങ്ങളുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ അർപ്പിക്കപ്പെടുന്നില്ല. ഉപവാസം പ്രഖ്യാപിക്കുകയും മഹാസഭ വിളിച്ചുകൂട്ടുകയും ചെയ്യുവിൻ. ശ്രേഷ്ഠന്മാരെയും ദേശവാസികളെയും നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തിൽ ഒരുമിച്ച് കൂട്ടുവിൻ. കർത്താവിനോട് പ്രാർത്ഥിക്കുവിൻ. കർത്താവിൻ്റെ ദിനം സമീപിച്ചിരിക്കുന്നു. ആ ദിനം, ഹാ കഷ്ടം! സർവശക്തനിൽ നിന്നുള്ള സംഹാരമായി അത് വരുന്നു. നമ്മുടെ കൺമുൻപിൽ നിന്ന് ഭക്ഷണവും നമ്മുടെ ദൈവത്തിൻ്റെ ആലയത്തിൽ നിന്ന് ആഹ്ലാദത്തിമിർപ്പും അപ്രത്യക്ഷമായിരിക്കുന്നു. വിത്തുകട്ടകൾക്കിടയിൽ അമർന്നു പോയിരിക്കുന്നു. സംഭരണശാലകളും പത്തായങ്ങളും ശൂന്യമായിരിക്കുന്നു. ധാന്യം ഇല്ലാതായിരിക്കുന്നു. മൃഗങ്ങൾ ഞെരുങ്ങുന്നു.
മേച്ചിൽ സ്ഥലമില്ലാതെ കന്നുകാലികൾ വലയുന്നു, ആട്ടിൻപറ്റങ്ങൾ നശിക്കുന്നു. കർത്താവെ, ഞാൻ അങ്ങയോട് നിലവിളിക്കുന്നു. വിജനപ്രദേശങ്ങളിലെ പുൽപ്പുറങ്ങളെ അഗ്നി വിഴുങ്ങിയിരിക്കുന്നു. വയലിലെ മരങ്ങളെല്ലാം കത്തി നശിച്ചു. വനാന്തരങ്ങളിലെ അരുവികൾ വറ്റിപ്പോവുകയും പുൽപ്പുറങ്ങൾ അഗ്നിക്കിരയാവുകയും ചെയ്തതിനാൽ വന്യമൃഗങ്ങളും അവിടത്തെ നോക്കിക്കീഴുന്നു. ജോയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 2. കർത്താവിൻ്റെ ദിനം. സിയോനിൽ കാഹളമോതുവിൻ, എൻ്റെ വിശുദ്ധഗിരിയിൽ പെരുമ്പറ മുഴക്കുവിൻ. ദേശവാസികൾ സംഭ്രാന്തരാകട്ടെ. കർത്താവിൻ്റെ ദിനം ആഗതമായിരിക്കുന്നു, അത്യാസന്നമായിരിക്കുന്നു. അത് അന്ധകാരത്തിൻ്റെയും മനത്തകർച്ചയുടെയും ദിനമാണ്, കാർമേഘങ്ങളുടെയും കൂരിരുട്ടിൻ്റെയും ദിനം. ശക്തിയും പ്രതാപവുമുള്ള ഒരു ജനതതി അന്ധകാരം പോലെ പർവ്വതങ്ങളിൽ വ്യാപിച്ചിരിക്കുന്നു. ഇതുപോലൊന്ന് ഇതിനു മുൻപുണ്ടായിട്ടില്ല, തലമുറകളോളം ഇനി ഉണ്ടാവുകയുമില്ല. അവർക്ക് മുന്നിൽ വിഴുങ്ങുന്ന തീ, പിന്നിൽ ആളുന്ന തീ. അവർക്ക് മുന്നിൽ ദേശം ഏദേൻ തോട്ടം പോലെ, പിന്നിൽ മരുഭൂമി പോലെയും. അവരുടെ ആക്രമണത്തിൽ നിന്ന് ഒന്നും രക്ഷപ്പെടുന്നില്ല. കുതിരകളെപ്പോലെ അവർ വരുന്നു, പടക്കുതിരകളെപ്പോലെ അവർ പായുന്നു. രഥങ്ങളുടെ ഇരമ്പലെന്ന് തോന്നുമാറ് അവർ മലകളിൽ കുതിച്ചു ചാടുന്നു. വൈക്കോലിന് തീ പിടിക്കുമ്പോഴുണ്ടാകുന്ന കിരികിര ശബ്ദം പോലെയും ശക്തമായ സൈന്യം മുന്നേറുമ്പോഴുള്ള ആരവം പോലെയും തന്നെ. അവരുടെ മുൻപിൽ ജനതകൾ ഭയവിഹുലരാകുന്നു. എല്ലാവരുടെയും മുഖം വിളറുന്നു. യുദ്ധവീരന്മാരെ പോലെ അവർ പാഞ്ഞെടുക്കുന്നു. പടയാളികളെ പോലെ മതിലുകൾ കയറുന്നു. നിരതെറ്റാതെ ഓരോരുത്തരും താന്താങ്ങളുടെ മാർഗത്തിൽ അടിവച്ചു നീങ്ങുന്നു. പരസ്പരം ഉന്തിമാറ്റാതെ അവരവരുടെ പാതയിൽ ചരിക്കുന്നു. ശത്രുവിൻ്റെ ആയുധങ്ങൾക്കിടയിലൂടെ അവർ കുതിച്ചു നീങ്ങി. ആർക്കും അവരെ തടയാനായില്ല. അവർ നഗരത്തിന്മേൽ ചാടി വീഴുന്നു, മതിലുകളിൽ ഓടി നടക്കുന്നു. കള്ളനെ പോലെ ജാലകങ്ങളിലൂടെ വീട്ടിനുള്ളിൽ കടക്കുന്നു. അവരുടെ മുൻപിൽ ഭൂമി കുലുങ്ങുന്നു, ആകാശം വിറകൊള്ളുന്നു. സൂര്യചന്ദ്രന്മാർ ഇരുണ്ടുപോകുന്നു, നക്ഷത്രങ്ങൾ തങ്ങളുടെ പ്രകാശം മറച്ചു കളയുന്നു. തൻ്റെ സൈന്യത്തിൻ്റെ മുൻപിൽ കർത്താവിൻ്റെ ശബ്ദം മുഴങ്ങുന്നു. അവിടുത്തെ സൈന്യം വളരെ വലുതാണ്, അവിടുത്തെ ആജ്ഞ നടപ്പിലാക്കുന്നവൻ ശക്തനാണ്. കർത്താവിൻ്റെ ദിനം മഹത്വം അത്യന്തം ഭയാനകവുമാണ്. ആർക്ക് അതിനെ അതിജീവിക്കാനാവും? പശ്ചാത്തപിക്കുവിൻ, കർത്താവ് അരുളി ചെയ്യുന്നു. ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുവിൻ. നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത്. നിങ്ങളുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് മടങ്ങുവിൻ. എന്തെന്നാൽ അവിടുന്ന് ഉദാരമതിയും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. ശിക്ഷ പിൻവലിക്കാൻ സദാസന്നദ്ധനുമാണ് അവിടുന്ന്. നിങ്ങളുടെ ദൈവമായ കർത്താവ് മനസ്സുമാറ്റി ശിക്ഷ പിൻവലിച്ച് തനിക്ക് ധാന്യബലിയും പാനീയബലിയും അർപ്പിക്കാനുള്ള അനുഗ്രഹം തരികയില്ലെന്ന് ആരറിഞ്ഞു? സിയോനിൽ കാഹളം മുഴക്കുവിൻ, ഉപവാസം പ്രഖ്യാപിക്കുവിൻ, മഹാസഭ വിളിച്ചുകൂട്ടുവിൻ. ജനത്തെ ഒരുമിച്ച് കൂട്ടുവിൻ, സമൂഹത്തെ വിശദീകരിക്കുവിൻ, ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടുവിൻ. കുട്ടികളെയും മുല കുടിക്കുന്ന ശിശുക്കളെയും ഒന്നിച്ചു കൂട്ടുവിൻ. മണവാളൻ തൻ്റെ മണവറയും മണവാട്ടി തൻ്റെ ഉറക്കറയും വിട്ട് പുറത്തു വരട്ടെ. കർത്താവിൻ്റെ ശുശ്രൂഷകരായ പുരോഹിതന്മാർ പൂമുഖത്തിനും ബലിപീഠത്തിനും മധ്യേ നിന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, അങ്ങയുടെ ജനത്തെ ശിക്ഷിക്കരുതേ. ജനതകളുടെ ഇടയിൽ പഴമൊഴിയും പരിഹാസപാത്രവുമാകാതെ അങ്ങയുടെ അവകാശത്തെ സംരക്ഷിക്കണമേ. എവിടെയാണ് അവരുടെ ദൈവമെന്ന് ജനതകൾ ചോദിക്കാൻ ഇടവരുന്നതെന്തിന്? കർത്താവിൻ്റെ കാരുണ്യം. അപ്പോൾ കർത്താവ് തൻ്റെ ദേശത്തെ പ്രതി അസഹിഷ്ണുവാകുകയും തൻ്റെ ജനത്തോട് കാരുണ്യം കാണിക്കുകയും ചെയ്തു. കർത്താവ് തൻ്റെ ജനത്തിന് ഉത്തരമരുളി, ഇതാ ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും തരുന്നു, നിങ്ങൾ സംതൃപ്തരാകും. ജനതകളുടെ ഇടയിൽ ഇനി നിങ്ങളെ ഞാൻ പരിഹാസപാത്രമാക്കുകയില്ല. വടക്കു നിന്നുള്ള ശത്രുവിനെ ഞാൻ നിങ്ങളുടെ അടുത്തു നിന്ന് ആട്ടിപ്പായിക്കും. വരണ്ട് വിജനമായ ദേശത്തേക്ക് അവനെ ഞാൻ തുരത്തും. അവൻ്റെ സൈന്യത്തിൻ്റെ മുൻനിരയെ കിഴക്കൻ കടലിലും പിൻനിരയെ പടിഞ്ഞാറൻ കടലിലും ആഴ്ത്തും. തൻ്റെ ഗർവ് നിറഞ്ഞ ചെയ്തികൾ നിമിത്തം അവൻ ദുർഗന്ധം വമിക്കും. ദേശമേ, ഭയപ്പെടേണ്ട, ആഹ്ലാദിച്ചാനന്ദിക്കുക. കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. വയലിലെ മൃഗങ്ങളെ പേടിക്കേണ്ട. മേച്ചിൽപ്പുറങ്ങൾ പച്ച പിടിച്ചിരിക്കുന്നു, വൃക്ഷങ്ങൾ ഫലം ചൂടുന്നു. അത്തിമരവും മുന്തിരിവള്ളിയും ഫലങ്ങൾ സമൃദ്ധമായി നൽകുന്നു. സിയോൻ മക്കളെ, ആനന്ദിക്കുവിൻ, നിങ്ങളുടെ ദൈവമായ കർത്താവിൽ സന്തോഷിക്കുവിൻ. അവിടുന്ന് നിങ്ങൾക്ക് യഥാകാലം ആവശ്യാനുസരണം ശരത്കാല വൃഷ്ടി നൽകും. പഴയതുപോലെ അവിടുന്ന് നിങ്ങൾക്ക് ശരത്കാല വൃഷ്ടിയും
വസന്തകാല വൃഷ്ടിയും സമൃദ്ധമായി പെയ്യിച്ചു തരും. മെതിക്കളങ്ങളിൽ ധാന്യം നിറയും. ചക്കുകളിൽ വീഞ്ഞും എണ്ണയും കവിഞ്ഞൊഴുകും. വിട്ടിൽ, വെട്ടുകിളി, പച്ചക്കുതിര, കമ്പിളിപ്പുഴു എന്നിങ്ങനെ ഞാൻ അയച്ച മഹാസൈന്യങ്ങൾ നശിപ്പിച്ച സംവത്സരങ്ങളിലെ വിളവുകൾ ഞാൻ തിരിച്ചു തരും. നിങ്ങൾ സമൃദ്ധമായി ഭക്ഷിച്ച് സംതൃപ്തിയടയും. നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും. എൻ്റെ ജനത്തിന് ഇനിയൊരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല. ഞാൻ ഇസ്രായേലിൻ്റെ മധ്യേ ഉണ്ടെന്നും കർത്താവായ ഞാനാണ് നിങ്ങളുടെ ദൈവമെന്നും ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും അപ്പോൾ നിങ്ങൾ അറിയും. എൻ്റെ ജനത്തിന് ഇനിയൊരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല. ആത്മാവിനെ വർഷിക്കും. അന്ന് ഇങ്ങനെ സംഭവിക്കും. എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും. ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ആകാശത്തിലും ഭൂമിയിലും ഞാൻ അത്ഭുതകരമായ അടയാളങ്ങൾ കാണിക്കും. രക്തവും അഗ്നിയും ധൂമപടലവും. കർത്താവിൻ്റെ മഹത്വം ഭയാനകവുമായ ദിനം ആഗതമാകുന്നതിനു മുൻപ് സൂര്യൻ അന്ധകാരമായും ചന്ദ്രൻ രക്തമായും മാറും. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. കർത്താവ് അരുളി ചെയ്തതുപോലെ സിയോൻ പർവ്വതത്തിലും ജെറുസലേമിലും രക്ഷപ്പെടുന്നവരുണ്ടാകും. കർത്താവ് വിളിക്കുന്നവർ അതിജീവിക്കും. സുഭാഷിതങ്ങൾ അധ്യായം 10, 17 മുതൽ 20 വരെ വാക്യങ്ങൾ. പ്രബോധനത്തെ ആദരിക്കുന്നവൻ ജീവനിലേക്കുള്ള പാതയിലാണ്. ശാസന നിരസിക്കുന്നവന് വഴിപിഴയ്ക്കുന്നു. വിദ്വേഷം മറച്ചുവെച്ച് സംസാരിക്കുന്നവൻ കള്ളം പറയുന്നു. അപവാദം പറയുന്നവൻ മൂഢനാണ്. വാക്കുകൾ ഏറുമ്പോൾ തെറ്റ് വർദ്ധിക്കുന്നു. വാക്കുകളെ നിയന്ത്രിക്കുന്നവന് വീണ്ടും വിചാരമുണ്ട്. നീതിമാന്മാരുടെ നാവ് വിശിഷ്ടമായ വെള്ളിയാണ്. ദുഷ്ടരുടെ മനസ്സ് വിലകെട്ടതും.